ഞങ്ങൾ കിഫ്ബിയെ എതിർക്കാനല്ലോ, ഞങ്ങൾ ചെയ്തത് എന്താണ്? കിഫ്ബിയിലൂടെ ചെയ്യുന്ന ചില തെറ്റുകളെയാണ് ഞങ്ങൾ എതിർത്തത്. കേരളത്തിൽ 1 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പാക്കുന്നത്. LDF സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. 2 തവണയായി LDF ഭരിക്കുന്നു. LDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം കിഫ്ബിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി എന്നതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പദ്ധതികൾ കാണാം. റോഡുകൾ കാണാം, പാലങ്ങൾ കാണാം, സ്കൂൾ കെട്ടിടങ്ങൾ കാണാം, ആശുപത്രി കെട്ടിടങ്ങൾ കാണാം. അങ്ങനെ കേരളത്തിൻ്റെ മുഖം തന്നെ മാറ്റി മറിച്ചിരിക്കുന്നു പിണറായി സർക്കാർ കിഫ്ബി വഴി. കിഫ്ബിയുടെ പ്രയോജനം 140 മണ്ഡലങ്ങൾക്കും ലഭിച്ചിരുന്നു. അതിൽ പ്രതിപക്ഷമില്ല, ഭരണപക്ഷമില്ല. മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ സർക്കാർ ഒരേ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് കോൺഗ്രസ് MLA-മാർ തന്നെ സമ്മതിക്കും. മുസ്ലിം ലീഗ് MLA PK ബഷീർ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ വൈറലായതുമാണ് കിഫ്ബിയെക്കുറിച്ച്. എന്ന് വെച്ചാൽ എല്ലാ മണ്ഡലങ്ങൾക്കും തുല്യ പ്രാധാന്യത്തോടുകൂടി MLA-മാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് വികസന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഭരണപക്ഷത്തിന് പ്രത്യേക പരിഗണന കിഫ്ബി നൽകിയിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയും. ഇപ്പോഴിതാ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ മുതിർന്ന അംഗം, അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. കിഫ്ബിയെ UDF വന്നാൽ ഒഴിവാക്കുമോ? കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികൾ ഇല്ലാതാകുമോ? ഈ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്ക അസ്ഥാനത്താണ് എന്ന് വിശദീകരിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. കിഫ്ബിയെ ഞങ്ങൾ എതിർത്തിട്ടില്ല, കിഫ്ബി പദ്ധതിയെയും എതിർത്തിട്ടില്ല. കിഫ്ബി വഴിയുള്ള ധൂർത്തിനെയാണ് എതിർത്തത്. പലിശയ്ക്ക് കടമെടുക്കുമ്പോൾ കൂടുതൽ പലിശയ്ക്ക് കടമെടുക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർത്തത് എന്ന് വിശദീകരിക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. അതുമാത്രമല്ല, UDF അധികാരത്തിൽ വന്നാൽ കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഞങ്ങൾ കിഫ്ബിയെ എതിർക്കാനല്ലോ, ഞങ്ങൾ ചെയ്തത് എന്താണ്? കിഫ്ബിയിലൂടെ ചെയ്യുന്ന ചില തെറ്റുകളെയാണ് ഞങ്ങൾ എതിർത്തത്. ഉദാഹരണം, ഇവിടെ മസാല ബോണ്ട് വാങ്ങിച്ചത് 7.97% പലിശയ്ക്കാണ്. അത് വാങ്ങിക്കാതെ കേരളത്തിൽ തന്നെ 6%-നും 7%-നും കേരളത്തിലെ ബാങ്കുകളിൽ നിന്ന് പലിശ കിട്ടും. 6%-നും 7%-നും പലിശയ്ക്ക് ലോൺ കിട്ടുന്ന ഒരു സംസ്ഥാനത്ത് 9.78% പലിശയ്ക്ക് എന്തിനാണ് ലോൺ വാങ്ങുന്നത്? അതിനെയാണ് ഞങ്ങൾ എതിർത്തത്. ഞങ്ങൾ എതിർത്തത് എന്താണ്? കിഫ്ബി എന്ന് പറയുന്നതിനുള്ള പണം എവിടുന്ന്? ഞാനും നിങ്ങൾ പഠിക്കുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും 2 രൂപയാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? വരുമാന വർധനവിന് വേണ്ടി അത് വിനിയോഗിക്കണം. ആ വരുമാന വർധനവിന് വേണ്ടി അത് ഉപയോഗിക്കുന്നില്ല. അതിനെയാണ് ഞങ്ങൾ എതിർത്തത്. കിഫ്ബിയിലെ ധൂർത്തിന് ഞങ്ങൾ എതിർത്ത് 150 കോടി രൂപയുടെ പരസ്യമാണ് സുഹൃത്തെ കിഫ്ബി കൊടുത്തത്. ഇപ്പം ദേശാഭിമാനിക്കോ കൈരളിക്കോ ജയ്ഹിന്ദിനോ ഏഷ്യാനെറ്റിനോ ഒക്കെ കൊടുത്ത് നമുക്ക് മനസ്സിലാവും. വ്യക്തികൾക്ക് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് വ്യക്തികൾക്ക് 1 കോടി രൂപ, 2 കോടി രൂപ, ഇതൊക്കെ അവർക്ക് എന്തിനാണ് കൊടുക്കുന്നത്? ഹരിപ്പാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്താണോ? കിഫ്ബി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ഫണ്ടൊന്നും അല്ലല്ലോ. ഞാനും നിങ്ങൾ പഠിക്കുന്ന പെട്രോളിന്റെ 2 രൂപ കൊടുത്തിട്ടാ സർക്കാരിന്റെ ഫണ്ട് എന്റെ മണ്ഡലത്തിന് വരണ്ടേ? അതും വരും, അവിടെ വരണമല്ലോ. അല്ല, അതിനകത്ത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ കിഫ്ബിയെ എതിർത്തിട്ടില്ലല്ലോ. കിഫ്ബിയിൽ ചെയ്ത തെറ്റുകളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമല്ലേ? രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ നല്ല തുടക്കമാണ്. പ്രതിപക്ഷ നേതാവിനെ പോലെ നിഷേധാത്മക നയമല്ല, നിലപാടല്ല സ്വീകരിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹം കേരളത്തിൻ്റെ പൊതുവായ ആവശ്യത്തോട് ഒപ്പം നിൽക്കുകയും പൊതുവായ വികസന കാര്യങ്ങളിൽ മുൻ സർക്കാർ എന്നോ ഈ സർക്കാർ എന്നോ വ്യത്യാസമില്ലാതെ, LDF സർക്കാർ എന്നോ UDF സർക്കാരോ എന്ന വ്യത്യാസമില്ലാതെ സർക്കാരുകൾ തുടർച്ചയാണ് എന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു. എന്ന് വെച്ചാൽ കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ തുടരുക തന്നെ ചെയ്യും.
കിഫ്ബിയെ പൂട്ടിക്കെട്ടാനോ ലൈഫ് മിഷൻ പദ്ധതി പോലെയുള്ള പദ്ധതികൾ അവസാനിപ്പിക്കാനോ UDF തയ്യാറാകില്ല. ഇന്നലെ വരെ LDF സർക്കാർ എന്തൊക്കെ ചെയ്തിരുന്നോ അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ UDF സർക്കാരും മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ നയപരമായ മാറ്റങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമാണ്. LDF വരുമ്പോഴും UDF വരുമ്പോഴും രണ്ട് മുന്നണിയാണ്, രണ്ട് നയങ്ങളാണ്. ആ നയപരമായ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ വികസന കാര്യങ്ങളിൽ ഒരേ നയമാണ് ഉണ്ടാവുക എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ നല്ല തുടക്കമാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നിഷേധാത്മക രാഷ്ട്രീയമല്ല വേണ്ടത്. കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിൽ എല്ലാവരുമായി യോജിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചു പറയുന്നു രമേശ് ചെന്നിത്തല. അതുകൊണ്ടാണ് പറഞ്ഞത് അത് നല്ല ഒരു തുടക്കമാണ് എന്ന്.